Hi friends, welcome back to my channel Sana's Beauty Tips. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു സെറമാണ്. നമ്മുടെ ഐലാഷസും ഐബ്രോയൊക്കെ നല്ല തിക്കായി വളരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെറമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സെറം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഒഴിഞ്ഞതിൻ്റെങ്കിലും ഒരു ചെറിയ കുപ്പി എടുക്കുക, നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. നമ്മുടെ ഇന്നത്തെ സെറത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മറ്റൊന്നുമല്ല, കാസ്റ്റർ ഓയിലാണ്, അതായത് ആവണക്കെണ്ണ. നമുക്ക് എല്ലാവർക്കും ഫെമിലിയറായ ഒന്നാണ് കാസ്റ്റർ ഓയിൽ. നമ്മുടെ മുടിയിലും അതുപോലെ പിരികത്തിലും കൺപീലിയിലൊക്കെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്ന ഒന്നാണ് കാസ്റ്റർ ഓയിൽ. അപ്പോൾ ഈ ഒരു സെറം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യം ഒഴിക്കുന്നത് ഒരു 2 ടീസ്പൂൺ കാസ്റ്റർ ഓയിലാണ്. അധികമൊന്നും വേണ്ട കേട്ടോ, കാരണം നമ്മുടെ പിരികത്തിലും കൺപീലിയിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരുപാടൊന്നും വേണ്ട. പിന്നെ ഈ കാസ്റ്റർ ഓയിൽ പിരികത്തിൽ തേക്കുന്നത് പുതിയൊരു സംഭവമൊന്നുമല്ല, കാരണം നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഒപ്പം 2 കൂട്ടം കൂടി ചേർക്കുന്നുണ്ട്, പിരികം പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഞാൻ ചേർക്കുന്നത് എഗ് വൈറ്റ്, 2 തുള്ളി എഗ് വൈറ്റ് ആണ്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഒരു ഫില്ലറിൽ കൊടുക്കുക, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഡ്രോപ്സ് ആയിട്ട് കിട്ടും. എഗ് വൈറ്റിൽ ആൽബുമിൻ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ പെട്ടെന്ന് മോയ്സ്ചറൈസ് ചെയ്ത് ഹെയർ ഗ്രോത്ത് സ്പീഡപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ഇനി ഞാൻ ചേർക്കുന്നത് ഗ്ലിസറിനാണ്. ഗ്ലിസറിനും ഒരു 2 ഡ്രോപ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗ്ലിസറിൻ നമ്മുടെ പിരികം ഡ്രൈ ആകുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവണക്കെണ്ണ മാത്രം ഉപയോഗിച്ചിട്ട് പിരികം തിക്കായി വളരാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നമുക്ക് റിസൾട്ട് ഉണ്ടാവും. ഇനി ഇതൊരു കോട്ടൺ ബഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പിരികത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു കോട്ടൺ ബഡ്സ് ഉപയോഗിച്ച് നമ്മുടെ പിരികത്തിൽ നല്ല ഷേപ്പിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ മസ്കാര ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മുടെ കൺപീലികളിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം.